ഹലോ ദിയു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അനിയൻ ശബരിമലയ്ക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ 2-3 അമ്പലത്തിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഞാനും അനിയനും ദിയും കൂടെയാണ് ഇവിടുന്ന് പോകുന്നത്. ദിയക്കുട്ടി ഇതാ അവിടെ സുന്ദരി മണിയായിട്ട് വണ്ടി വരുന്നത് കണ്ടോ ദിമോൾ? കമൺ 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 കമൺ. നമ്മളെങ്ങോട്ടാ പോകുന്നേ? ശരിക്കും പറയേ. അമ്പത്തിക്കോ? നീയൊന്നും മാവാടി ഇല്ലേ? ദീകുട്ടിന് മാവാടി എത്തിയതാ ഉണ്ടാവും. ഇതാണ് ദീകുട്ടിന് മാവാടി ഉണ്ടോ? ദീകുട്ടി ഇവിടെ ഇറങ്ങുന്നുണ്ടോ? ഹലോ, അങ്ങനെ അതാ നമ്മൾ ആദ്യം പോകുന്നത് കാട്ടമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം അവിടെ എത്തി. നമ്മൾ തൊഴിലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. രാവിലെ സ്വാമിമാർ മാലയിടാൻ വന്നിട്ടുള്ള കുറച്ച് സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശനിയാഴ്ചയാണ് ഇവിടുത്തെ അഖണ്ഡനാമം വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് പന്തലെല്ലാം കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാട്ടമ്പലത്തിലൊക്കെ ഇറങ്ങി തൊഴുത് കണ്ടോ. ദീകുട്ടി പൊട്ടൊക്കെ തൊട്ട് സുന്ദരി ചെയ്ത് കണ്ടോ അല്ലേ? ഹലോ, ഞങ്ങൾ ഇതാ ചെമ്മന്നിട്ട് അമ്പലത്തേക്ക് പോകാൻ കേട്ടോ. അയ്യോ കണ്ടോ ദീകുട്ടിക്ക് ദീ ഇറങ്ങി ഓടും. ദീ മെല്ലെ മെല്ലെ മെല്ലെ. ദീമോൾ ഈ റോഡ് കൂടെ നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷെ കുറേ മുമ്പ് മാത്രം. അങ്ങനെ ഇതാ 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 നമ്മൾ എത്തിക്കഴിഞ്ഞു. അല്ല ദീകുട്ടി എവിടെ എത്തി? ഏത് അമ്പലത്തില്? ഉണ്ണിക്കണ്ണൻ്റെ അമ്പലത്തില്. നമ്മൾ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നൊരു അമ്പലമാണ് കേട്ടോ. ഇപ്പോഴും വരാറുണ്ട്, പക്ഷേ ഈ ഒരു വഴിയല്ല വരാറെന്ന് മാത്രം. അതുകൊണ്ട് ഈ വഴീനെ പറ്റി വലിയൊരു അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന് വണ്ടി മേലെ നിർത്തി നടന്ന് വരികയാണ്. അപ്പോൾ ദീകുട്ടി അങ്ങോട്ട് ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത്. അപ്പോൾ അതിനെ പാടത്തുകൂടെ വളരെ കൗതുകത്തോടെ അവൾ മുന്നിലിറങ്ങി ഓടി നടക്കുന്നുണ്ട് മാമീൻ്റെ കൂടെ തന്നെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറുകയാണ്. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച് ആദ്യം ദീകുട്ടി ഗേറ്റിന് പുറത്ത് വെച്ചു. അപ്പോൾ പിന്നെ അത് അവിടെ നിന്ന് എടുത്ത് കൊടുന്ന് ചെരുപ്പ് വയ്ക്കുന്ന അവിടെ വെച്ച് കയറി തൊഴുത് കഴിഞ്ഞിട്ട് ദീന്ന് പായസം കിട്ടി. ആ പാൽപ്പായസം അവിടെ നിന്ന് കുടിച്ചു. ബാക്കിയുള്ളത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി തന്നു വിട്ടു. അതെല്ലാം കൊണ്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നമ്മളതിന് ദീകുട്ടിക്ക് തന്നെ 2 കവറും പിടിക്കണം എന്ന് പറഞ്ഞ ആവശ്യത്തിൽ അവൾ പിടിച്ച് മുന്നോട്ട് വരികയാണ്. അപ്പോഴേ ഒരു ചെടി കണ്ടെങ്കിൽ പൂവും പറിച്ച്. അങ്ങനെ നമ്മൾ ചെമ്മന്നിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് നമ്മൾ പോയത് പാണ്ടിക്കാട് വളരാട് ഒരു ഈശ്വരമംഗലം ശിവക്ഷേത്രം ഉണ്ട്. അവിടേക്കുണ്ട്. അവിടെ അഖണ്ഡനാമം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഖണ്ഡം കൂടെ ചവിട്ടിയിട്ട് പോകാമെന്ന് വെച്ചിട്ടായിരുന്നു അവരിന്ന് മലയ്ക്ക് പോവുകയാണ്. ഇന്ന് നവംബർ 20-ാം തീയതിയാണ്. ഈ വീഡിയോ എന്ന് ഇങ്ങനെ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ് ഞാൻ ഇന്ന് തന്നെ ഇടാൻ നോക്കാം. അഖണ്ഡനാമം എന്ന് പറയുന്നത് നമുക്ക് ഉദയം മുതൽ അടുത്ത ദിവസം ഉദയം വരെയാണ് പൊതുവെ ഉണ്ടാവാറ് കേട്ടോ. ഇത് ഇന്ന് പറയുമ്പോൾ പകലായതുകൊണ്ട് തന്നെ ഒരു റൗണ്ടേ ഉള്ളൂ സ്വാമിമാർ. വൈകുന്നേരങ്ങളിലാണ് പൊതുവെ ഒന്നിൽ കൂടുതൽ റൗണ്ട് ഉണ്ടാവാറ്. എന്നാലും ഈ ഒരു അഖണ്ഡം ചവിട്ടിൽ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അതിൻ്റെ ആ ഒരു പാട്ടിലാണെങ്കിൽ പ്രത്യേക ഒരു താളമാണ് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് കേട്ടോ അത്. നിങ്ങളെന്തായാലും ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും.
ചവിട്ടലെല്ലാം കഴിഞ്ഞ് അനിയനും കൂട്ടുകാരും അവിടെ തൊട്ടടുത്ത പുഴ ഉണ്ടായിരുന്നു, അവിടെ പോയി കുളിച്ച് ഭിക്ഷയെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇന്ന് ഉച്ച ശേഷമാണ് അനിയൻ്റെ കെട്ടുനിറ വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, സീ യു.